ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഓരോ ദിവസത്തെയും പ്രത്യക്ഷീകരണങ്ങൾ വ്യത്യസ്തമാണ്. ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ദിവസം ഇരുളിൽ തെളിയുന്ന വെളിച്ചമായി, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്കൊരു ദീപ്തി ഉദയം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജ്ഞാനത്തിന്റെ വഴിയിലൂടെ ജ്ഞാനവുമായി ഈശോ പ്രത്യക്ഷീകരണം നടത്തുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് 5 അപ്പം 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു ചെല്ലുമ്പോൾ കരുണയിലൂടെ ഈശോയെ നമ്മൾ തിരിച്ചറിയുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിലൂടെ ഏത് പ്രതിസന്ധിക്കും മീതെയും നടക്കാൻ സാധിക്കും, തിരകൾക്ക് മീതെ നടക്കാൻ സാധിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഈശോ നമ്മൾ തിരിച്ചറിയുന്നു. നാലാമത്തെ ദിവസം വചനത്തിലൂടെ, സിനഗോഗിൽ എഴുന്നേറ്റിരുന്ന് ഈശോ ചുരുള് നിവർത്തി വായിച്ച വചനത്തിലൂടെ നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് 5-ാമത്തെ ദിവസം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഈശോ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യം നൽകുമ്പോൾ അവൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും പരിശുദ്ധിയിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് ആ പരിശുദ്ധിയിലൂടെ, സൗഖ്യത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷഭാഗത്ത് വായിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ വായിക്കുന്നത് ജ്ഞാനസ്നാനവുമായിട്ട് ബന്ധപ്പെട്ട കുദാശകളിലൂടെ ഈശോയെ തിരിച്ചറിയും. അപ്പം ഇങ്ങനെ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളിലൂടെ ഈശോ ഇങ്ങനെ നമുക്ക് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തും എന്നുള്ളത് നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ പറയുന്നതിനെയാണ്, ഈ മനുഷ്യൻ്റെ അപേക്ഷ സമർപ്പിക്കുക. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങേക്ക് മനസ്സില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ പരിശുദ്ധി നിന്റെ കൈകളിലാണ്. ഞാൻ അശുദ്ധനായത് എൻ്റെ തീരുമാനങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഞാൻ പരിശുദ്ധിയിലേക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ നിന്റെ തീരുമാനമാണ്. അത് വ്യക്തമായിട്ടും ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് ഈ കുഷ്ഠരോഗികളെ പഠിപ്പിക്കുക. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ, പ്രത്യേകിച്ച് ആത്മാവിന്റെ പരിശുദ്ധി അശുദ്ധിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിനെ പരിശുദ്ധമാക്കാൻ ക്രിസ്തുവിനെ സാധിക്കുകയുള്ളൂ. ഈശോ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ട്. അവിടെ തൽക്ഷണം കുഷ്ഠം മാറി, അവന് സൗഖ്യം കിട്ടി, അവർ ശുദ്ധിയാക്കി. ഈശോ ഒരു കാര്യം അവരോട് പറയുന്നുണ്ട്, ഇക്കാര്യം നീ ആരോടും പറയരുത്. ഇത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയുള്ളതല്ല, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. അതായത് ഇത് കൃത്യമായും ഈശോ ഉദ്ദേശിക്കുന്നത് നിനക്ക് വ്യക്തിപരമായി ഞാൻ തരുന്നൊരു കാര്യമാണ് ഈ പരിശുദ്ധി എന്ന് പറയുന്നത്. നീ വ്യക്തിപരമായി തിരിച്ചറിയുന്നൊരു കാര്യമാണ് പരിശുദ്ധി എന്നുള്ളത്. അത് നിനക്ക് ബോധ്യപ്പെടുത്തേണ്ടത് ദൈവസന്നിധിയിൽ മാത്രമാണ്. വേറൊരാളെ നീ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിന്റെ പരിശുദ്ധി ദൈവത്തിന് നിനക്കും അറിയാം, അത് മതി. അത് ദൈവം വെളിപ്പെടുത്തിക്കോളും മറ്റുള്ളവരെ, നീയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. അല്ലാതെ നീ ഇതാരോടും പറയേണ്ട ആവശ്യമില്ല, നീ ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ പരിശുദ്ധി ദൈവം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹം സൗഖ്യത്തെക്കുറിച്ചല്ല. നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ദൈവവുമായുള്ള വ്യക്തിപരമായ ഇടപെടലിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് കിട്ടുന്നൊരു ബോധ്യമാണ്, നമ്മുടെ തിരിച്ചറിവ്. അത് ദൈവസന്നിധിയിൽ നന്ദി പറയാനുള്ള, അത് ആരോടും പറയേണ്ട ആവശ്യമില്ല എന്ന് ഈശോ നമുക്ക് ഇങ്ങനെ നിർബന്ധമായിട്ട് പറയുക. എന്നിട്ട് മോശ കൽപ്പിച്ചനുസരിച്ച് നീ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക. അത് കൂദാശകളിലൂടെ കടന്നു പോകാന്നുള്ള രീതിയിലാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു സുവിശേഷ മാത്രയുടെ വ്യക്തമാക്കുന്നതിന് വസ്തുത ഇതാണ്, ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് നമ്മൾക്ക് കിട്ടുന്ന പരിശുദ്ധി. നമ്മളെ ശുദ്ധീകരിക്കുന്നത് കുമ്പസാരം എന്ന കുദാശയിലൂടെ ആവാം, ഒരു ഉപദേശത്തിലൂടെ ആവാം. കുമ്പസാരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കുദാശയെ കുറിച്ച് നാളത്തെ സുവിശേഷത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. പക്ഷെ ഇവിടെ കുമ്പസാരം മാത്രം ഉദ്ദേശിക്കുന്നു ഒരു ഉപദേശത്തിലൂടെ, ഒരു വ്യക്തിയുടെ ഇടപെടലിലൂടെ, ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിലൂടെ പല വഴിക്ക് നമ്മുടെ ശുദ്ധീകരണത്തിനായി ദൈവം ഇടപെടുന്നുണ്ട്. അങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കാൻ ദൈവം നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും ഈ ഒരു സുവിശേഷത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ പരിശുദ്ധി, കർത്താവ് നൽകുന്ന ശുദ്ധീകരണത്തിലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ഇതാണ് ഈ സുവിശേഷവാദം നമ്മൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ പലതരം പ്രത്യക്ഷീകരണങ്ങളിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്നും നേടുന്ന
പരിശുദ്ധിയിലൂടെ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സുവിശേഷഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷീകരണങ്ങൾ പലവിധം, അതിൽ പരിശുദ്ധിയിലൂടെയുള്ള പ്രത്യക്ഷീകരണമാണ് ഈ സുവിശേഷഭാഗത്ത് നമുക്ക് കാണുന്നത്. നമുക്ക് ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മനുഷ്യൻ, ഈ കുഷ്ഠരോഗി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, എന്നെ ശുദ്ധീകരിക്കണമേ.